ഇന്നത്തെ നമ്മുടെ പരിപാടി 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു കിടിലൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നതാണ്. അതിന് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, മല്ലിയില, 1/2 കിലോ ബസുമതി റൈസ്, 1/2 കിലോ ചിക്കൻ എന്നിവയാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ്, 4 സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ചതച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കണം. നന്നായി വഴറ്റി പച്ചമണം മാറുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പൊടി കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിരുന്ന 1/2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കണം. മസാലകളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കുക്കർ അടച്ച് 1 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കലത്തിൽ അരി വേകാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് തിള വരുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പകുതി വേവ് മതി അരിക്ക്. നമ്മൾ ദമ്മിടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കണം. ഇതിപ്പോൾ ചെറിയ അരിയല്ല, വലിയ അരിയാണ്. അതിന് അത്യാവശ്യം വേവൊക്കെ ഉള്ളത് തന്നെയാണ്. ഇനി നമ്മൾ 1 വിസിൽ കേട്ട് ഇറക്കി വെച്ചിരിക്കുന്ന കുക്കർ തുറക്കുക. എന്താ മണം! ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ചിക്കൻ, വളരെ കുറച്ച് ചിക്കൻ ദമ്മിടാൻ വേണ്ടിയിട്ട് അതും അതിൻ്റെ ഗ്രേവിയും കൂടി മാറ്റി വയ്ക്കണം. ബാക്കി ചിക്കനിലേക്ക് നമ്മൾ പകുതി വേവിച്ച അരി വെള്ളം ഊറ്റി അതിലേക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പകുതി വെന്ത ചോറ് മാത്രം ഊറ്റിയിട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ വെച്ചിരുന്ന മല്ലിയിലയും 1 പച്ചമുളകും, 1 പച്ചമുളക് അതിൽ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത ആ ഗ്രേവി, നമ്മൾ മാറ്റി വെച്ച ചിക്കനിലെ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നല്ല നിറവും മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. എന്നിട്ട് കുക്കർ അടച്ച് 1 വിസിൽ മതി. വിസിൽ കേട്ടു. ചൂടാറിയിട്ട് നമ്മളത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്താ ഭംഗി, എന്താ മണം! അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം.